നീളുന്ന ക്ലോക്ക് ടവറിന് താഴെ ഒരു നിശബ്ദമായ ഗ്രാമം. അസ്തമയത്തിന്റെ വെളിച്ചുവപ്പ് തളർക്കുമ്പോൾ സമയം പോലും നീണ്ടുള്ളൊരു ഗാനമാകുന്നു. ലിയോ മിനുസമുള്ള കണ്ണുകളോടെ ഒട്ടും തിരക്കില്ലാതെ ചില്ലിലകത്തുള്ള വാച്ച്ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു യുവ ക്ലോക്ക് മേക്കർ. ഓരോ ടിക്ക്, ഓരോ ടോക്ക് അവന്റെ ജീവിതത്തിലെ സംഗീതമായിരുന്നു. ഒരു ദിവസം രാവിലെ സൂര്യൻ അവന്റെ വർക്ക്ഷോപ്പിലേക്ക് തഴുകി വീഴുമ്പോൾ അവളുടെ പ്രവേശനമുണ്ടായി. എലിസ്, കയ്യിലൊരു പഴയ പ്രവർത്തിക്കാത്ത മ്യൂസിക് ബോക്സ്. ഇത് നന്നാക്കാമോ? അവൾ മൃദുവായി ചോദിച്ചു. ലിയോ അത് സ്വീകരിച്ചു. അവൾക്കും അതിൻ്റെ ഉള്ളിലുള്ള സംഗീതത്തിനും ഒരേപോലെ അവൻ ആകർഷിതനായി. ദിവസങ്ങൾ കടന്നുപോയി. എലിസ് വീണ്ടും വീണ്ടും വരികയായിരുന്നു, ഓരോ തവണയും പുതിയ മ്യൂസിക് ബോക്സുകൾക്കൊപ്പം. ലിയോ അവയെ നന്നാക്കുകയും എലിസ് ഗ്രാമത്തിന്റെ മധ്യത്തിൽ വയലിന് വായിച്ച് എല്ലാവരെയും ആകർഷിക്കുകയും ചെയ്തു. ഒരു ദിവസം അവൾ തുറന്ന ബോക്സിനുള്ളിൽ ഒരു ചെറിയ കുറിപ്പ്. ഗിയേഴ്സിനും സംഗീതത്തിനുമിടയിൽ നീയാണ് ഞാൻ മുഴുവൻ. അവൾ മന്ദഹസിച്ചു. ലിയോ കണ്ണു തിരിച്ചു. മുറിവുള്ള ഹൃദയത്തിൽ ഒറ്റയാനായി. സ്നേഹം പോലെ അവർക്കിടയിൽ ഇരുണ്ട പ്രണയം വിരിഞ്ഞു. ഒരുമിച്ചുള്ള നടത്തങ്ങൾ, ലൈറ്റുകൾക്കിടയിലൂടെ ചിരികളോടെ സഞ്ചാരങ്ങൾ. പക്ഷേ ഒരു മഴയുള്ള രാത്രി എലിസ് നിരാശയോടെ തിരിച്ചെത്തി. സംഗീതം പഠിക്കാൻ വിദേശത്തേക്ക് പോകേണ്ടി വരും, അവൾ കണ്ണുകളിലൂടെ പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനിൽ നിശബ്ദത. ലിയോ അവളെ നിൽക്കാതെ നോക്കി. ബോക്സിൽ അവരുടെ സംയുക്ത ഗാനം. അതവളെ കൈമാറി. അവൾ കയ്യിലുള്ള വയലിനുമായി ട്രെയിനിൽ കയറി. കാലം കടന്നു. രാത്രി ലിയോ ക്ലോക്ക് ടവറിലിരുന്ന് അവരുടെ മ്യൂസിക് ബോക്സ് വൈൻഡിങ് ചെയ്യുന്നു. പതിയെ അതിൻ്റെ സംഗീതം പകലുകളും രാത്രികളും ചേർക്കുന്നു. ഒരു ദിവസം പുലർവെ സ്റ്റേഷനിൽ അതേപോലെ നിൽക്കുന്നു എലീസ്. കണ്ണുകളിൽ കനലായ കണ്ണീരും കയ്യിൽ പഴയ വയലിനും. നിന്റെ കൂടെയില്ലാതെ സംഗീതം സമയം വിട്ടുപോകുന്നത് പോലെ തോന്നുന്നു. ലിയോ അവളെ കൈപിടിച്ച് ഒപ്പം ഗ്രാമത്തിലേക്ക് തിരിച്ചു നടക്കുന്നു. ടൈം ആൻഡ് മ്യൂസിക് ഓൾവേസ് ഇൻ സിങ്ക്. ലിയോ ക്ലോക്കുകൾക്ക് കവിത എഴുതി നൽകുന്നു. എലീസ് സംഗീതം പകർന്നു കൊടുക്കുന്നു. ഗ്രാമം മുഴുവനും ഇനിയൊരു സംഗീതമണിയാണ്.